വൈദ്യുത വാഹന ചാർജിംഗ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച KSEB. ഇന്ന് പത്രത്തിൽ വന്നൊരു വാർത്തയാണിത്. അപ്പൊ നേരത്തെ KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ പല ചാർജറുകളും വർക്കിംഗ് അല്ല എങ്കിലും ചാർജിങ് റേറ്റ് കുറവായതുകൊണ്ട്, അതായത് ഒരു 15 രൂപയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഈ പറഞ്ഞ ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ള രീതിയിൽ പല EV ഓണേഴ്സും KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ പോയി നോക്കുമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ റേറ്റ് കൂട്ടിയ സ്ഥിതിക്ക് KSEBയുടെ ചാർജ് സ്റ്റേഷനിലെ അവസ്ഥ എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പൊ ഇന്നത്തെ പത്രത്തില് KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ റേറ്റ് കൂട്ടിയെന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് പല EV ഓണേഴ്സും. കാര്യം നേരത്തെ KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ 15.34 രൂപ എന്ന് പറയുന്ന ഒരു യൂണിറ്റിനുള്ള റേറ്റ് ഇപ്പോ നോൺ സോളാർ അവറിൽ 27.41 രൂപയും സോളാർ അവറിൽ 19.47 രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഒരു യൂണിറ്റിന് 12 രൂപയോളമൊക്കെയാണ് ഈ പറയുന്ന KSEBയിൽ ഈ ഒരു പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ തന്നെ ഈ പറഞ്ഞ EV ആയിട്ട് ലോങ് പോകാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ ചാർജിങ് റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്ന സമയത്തും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ 15 രൂപയുള്ളല്ലോ, അപ്പൊ ലോങ് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ അങ്ങനെയുള്ള ചാർജ് സ്റ്റേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EVയിൽ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പോകാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KSEB തന്നെ റേറ്റ് കൂട്ടി ഏകദേശം 27 രൂപയാക്കിയത്. അപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവില് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനിൽ പോലും ഒരു യൂണിറ്റിന് ഏകദേശം 21 അല്ലെങ്കിൽ 24 രൂപയൊക്കെയാണ് നോൺ സോളാർ അവറിൽ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈമിലാണ് KSEB അവരുടെ പ്രൈസ് ഹൈക്ക് ചെയ്ത് ഏകദേശം 27 രൂപയോളം ആക്കിയിരിക്കുന്നത്. കാര്യം പണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, തമിഴ്നാട്ടിലൊന്നും ഈ പറഞ്ഞ EV ആയിട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം 27 രൂപയൊക്കെ ഈ പറഞ്ഞ ഒരു യൂണിറ്റിന് ആവുന്നുണ്ട്. അപ്പൊ അത്രയും രൂപയൊക്കെ വെച്ച് ചാർജ് ചെയ്ത് പോയിട്ട് ലാഭമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ശരിയാണ്. കാര്യം ഇപ്പൊ നമ്മളൊരു ടിയാഗോ EV ആയിട്ട് പോവുകയാണെങ്കിൽ 24 കിലോ വാട്ടാണ് ടിയാഗോ EVയുടെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു യൂണിറ്റിന് 27 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 657 രൂപയോളം നമുക്ക് ചാർജിങ്ങിനായിട്ട് വേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 കിലോമീറ്റർ മാക്സിമം എടുത്തോ. അങ്ങനെ നോക്കിയാൽ പോലും 1 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 3.2 രൂപയാണ് ഈ പറയുന്ന റേറ്റിൽ നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 3 രൂപയൊക്കെ കൊടുത്ത് ഈ അത് EVയിൽ ഫാസ്റ്റ് ചാർജ് ചെയ്ത് അത്ര നേരം വെയിറ്റ് ചെയ്ത് പോകുന്നതിനേക്കാളും ബെറ്റർ എന്തുകൊണ്ട് ഒരു നല്ല മൈലേജ് ഉള്ള ഡീസൽ കാറിൽ പോകുന്നതാണ്. കാര്യം നമുക്ക് കൺവീനിയന്റ് ആണ്, നമുക്ക് ഇടയ്ക്ക് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ റേറ്റ്, അതായത് ഇപ്പം KSEB പറഞ്ഞിരിക്കുന്ന നോൺ സോളാർ അവറിലുള്ള 27.41 രൂപ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്, പ്രത്യേകിച്ച് KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ. ഇപ്പം പ്രൈവറ്റ് ചാർജ് സ്റ്റേഷനിലാണ് ഇങ്ങനെയുള്ള റേറ്റ് ഒക്കെ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. കാര്യം അവർ എത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അതിൽ 5 രൂപ KSEBയുടെ ഫീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മറ്റ് പിന്നെ ഓപ്പറേറ്റേഴ്സ് ചാർജ് ചെയ്യുന്ന എമൗണ്ട്, പിന്നെ അവരുടെ കറണ്ട് ബില്ല്, അതെല്ലാം എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പറഞ്ഞ കാര്യം ഒരു ചാർജ് സ്റ്റേഷനിൽ അവര് യൂസ് ചെയ്യുന്ന കറണ്ട് മാത്രമല്ല, ഇപ്പൊ ചിലപ്പോൾ അവിടെ ലൈറ്റ് അപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ചില ചാർജ് സ്റ്റേഷനിൽ അവര് സൈഡായിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി കറണ്ട് വേണ്ടി വരും. അപ്പൊ എങ്ങനെയൊക്കെ പോയാലും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന കണക്ക് എമൗണ്ട് ചാർജ് ചെയ്യുന്നത് നമുക്ക് വലിയ കൂടുതലെന്ന് പറയാനില്ല. പക്ഷേ KSEBയുടെ പല ചാർജ് സ്റ്റേഷനിലും ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പോലും ഒരുക്കാത്ത ചാർജ് സ്റ്റേഷൻ ഉണ്ട്. എന്നിട്ട് പോലും അവിടെ നിലവിൽ ആൾക്കാർ പോകുന്നത് ഈ പറയുന്ന യൂണിറ്റിന് 15 രൂപയൊക്കെ മാത്രം ഉള്ളതുകൊണ്ടാണ്. കാര്യം ഈ പറയുന്ന കുറച്ച് നെക്സോൺ ഒക്കെ ആണെങ്കിൽ 30 കിലോ വാട്ട് ഒക്കെ ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പൊ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് പലരും KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ പോകുന്നത്. അപ്പൊ KSEBയുടെ ചാർജ് സ്റ്റേഷനിലെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ 5 മെഷീൻ ഉണ്ടെങ്കിൽ അതിലൊരു മെഷീൻ മാത്രമായിരിക്കും CCS2 ഗണ്ണുള്ളത്. അത് തന്നെ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിയിൽ അവിടെ പോയി നോക്കണം. കാര്യം ഇപ്പൊ നമുക്ക് നേരത്തെ ചാർജ് മോഡ് ഉപയോഗിച്ചിട്ടാണ് മിക്കുള്ളവരും ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. KSEBയുടെ പല ചാർജ് സ്റ്റേഷനും ഇപ്പൊ ചാർജ് മോഡ് ആപ്ലിക്കേഷനിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെയിൻ്റെനൻസ് എന്നാണ് കാണിക്കുന്നത്. KEMAP യൂസ് ചെയ്ത് ചാർജ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മിക്കവാറും ചാർജ് ആവത്തുമില്ല. അപ്പൊ അതാണ് KSEBയുടെ ചാർജ് സ്റ്റേഷനിലെ നിലവിലെ അവസ്ഥ. അപ്പൊ ഇത്രയും പരിതാപകരമായ അവസ്ഥയിലും പലരും അവിടെ കുറച്ചെങ്കിലും പോയി നോക്കുന്നത് ഇത്ര റേറ്റ് കുറച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിലും റേറ്റ് കുറച്ച് ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ KSEBയുടെ റേറ്റ് 27ആണ്. അപ്പൊ അതിലും റേറ്റ് കുറവാണ് മറ്റ് പ്രൈവറ്റ് ചാർജ് സ്റ്റേഷനിൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോ KSEBയുടെ ചാർജ് സ്റ്റേഷനിലോട്ട് ആള് പോവോ ഇല്ലെന്നുള്ള കാര്യം കണ്ടറിയണം. കാര്യം മെഷീൻസ് എല്ലാം തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത്. ഈ പറയുന്ന പ്രൈസ് ഹൈക്ക് അപ്പൊ അവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ ഫെസിലിറ്റീസ് കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് ആൾക്കാർക്ക് അവിടെ ഈ പറയുന്ന വെയിറ്റിംഗ് ഏരിയ, റിഫ്രഷ്മെന്റ് ഏരിയ ഒക്കെ സ്റ്റാർട്ട്
സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പ്ലാനുകളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 25 രൂപയോളം ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യും, അതിൽ 5 രൂപ KSEB കൊടുത്തിട്ട് 20 രൂപയോളം ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ടെൻഡർ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടെൻഡർ വിളിച്ചത് ഇപ്പോഴും അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. എനിവേ അത് വന്ന് ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയതിന് ശേഷമാണ് ഇവർ ഈ പറയുന്ന പ്രൈസേക്ക് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് പിന്നെയും ശരിയാണ്. കാര്യം നമുക്കൊരു ലോഞ്ച് ഏരിയയും ഈ പറഞ്ഞ റിഫ്രഷ്മെന്റ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 25 കൊടുത്തിട്ട് വേണമെങ്കിലും ചാർജ് ചെയ്ത് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ മിക്കവാറും ഉള്ള ചാർജ് സ്റ്റേഷനിലും ഉള്ള ഏരിയയിലോട്ടൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇത്രയും രൂപ കൊടുത്ത് ആൾക്കാർ ചാർജ് ചെയ്യുന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇനിയിപ്പോ KSEBയുടെ ചാർജ് സ്റ്റേഷൻ യൂസ് ചെയ്യോ, അല്ലെങ്കിൽ KSEBയുടെ ചാർജിങ് സ്റ്റേഷനിൽ ഈ റേറ്റ് കൂട്ടിയതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമന്റ് ചെയ്തേക്കണം. കാര്യം നമ്മളെ സംബന്ധിച്ചോളം നോക്കുമ്പോഴത്തേക്ക് നമ്മളായാലും നേരത്തെ ദൂരെ പോകുമ്പോൾ എടുത്ത് എവിടെയെങ്കിലും KSEBയുടെ ചാർജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്. കാര്യം ഈ പറഞ്ഞ നമുക്ക് റേറ്റ് കുറവാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ KSEBയുടെ ആയതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചാർജ് സ്റ്റേഷൻസ് നേരത്തെ പ്രിഫർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇനി എന്തായാലും പ്രിഫർ ചെയ്യത്തില്ല. കാര്യം ഇത്രയും റേറ്റ് കൂട്ടിയിട്ട് നമ്മൾ അവിടെ പോയി ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ആലോചിച്ച് നോക്കുക, അപ്പം KSEB കൊടുക്കുന്ന കറണ്ടാണ് ബാക്കിയുള്ള ചാർജ് സ്റ്റേഷൻസുകാർ വിൽക്കുന്നത്. അവര് പോലും മാക്സിമം 21 രൂപ 24 രൂപയൊക്കെയാണ് നോൺ സോളാർ അവറിൽ ചാർജ് ചെയ്യുന്നത്. എന്നിട്ട് KSEBക്ക് എന്തായാലും ഈ 5 രൂപയ്ക്ക് കറണ്ട് കൊടുക്കുന്നതിന് തന്നെ ഒരു ലാഭം ഉണ്ടായിരിക്കും. പണ്ടാരോ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ പണിത ഡാം വെറുതെ പെയ്യുന്ന മഴ എന്നാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ പറയുന്നതാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ അധികം മേ ബി അവര് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്ക് പൈസ ചെലവാകുന്നുണ്ടെങ്കിൽ പോലും എന്തായാലും 5 രൂപയ്ക്ക് അവര് നാട്ടുകാർക്ക് കൊടുക്കുന്ന കറണ്ട് ഈ പറയണക്ക് ഒരു മെഷീൻ യൂസ് ചെയ്ത് വിൽക്കുമ്പോഴത്തേക്ക് 27 രൂപയൊക്കെ ചാർജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പൊ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സോളാർ അവർ നോൺ സോളാർ അവർ അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് കൂട്ടിയെന്ന് പലരും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, എന്തായാലും ഇവര് കൊടുക്കുന്ന കറണ്ട് വിറ്റിട്ട് പ്രൈവറ്റ് ആൾക്കാർക്ക് 21-24 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടും അതിനേക്കാൾ കുറഞ്ഞ റേറ്റ് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ അവർ ഫെസിലിറ്റീസ് ഒരുക്കിയതിന് ശേഷം ഈ പറയുന്ന റേറ്റ് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ന്യായീകരിക്കാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പ്രൈസ് ഹൈക്ക് വന്നത് അത്രത്തോളം ബെനിഫിഷ്യൽ ആവത്തില്ല. അവരുടെ പല ചാർജ് സ്റ്റേഷൻ നിലവിൽ ആൾക്കാർ പോകുന്നില്ല, അല്ല പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ഇനി ആ ഒരു ചാർജ് സ്റ്റേഷനിൽ പോകത്തില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റേറ്റ് ഹൈക്ക് കൊണ്ട് വന്നിരിക്കുന്നത്. അതേസമയം അനേർട്ടിന്റെ ചാർജ് സ്റ്റേഷനിൽ 15 രൂപ മാത്രമാണ് നിലവിൽ റേറ്റ് വരുന്നത്. അപ്പൊ EZ4EV അല്ലെങ്കിൽ ഇലക്ട്രിഫൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അനേർട്ടിന്റെ ചാർജ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് നിലവിൽ 15 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാർജ് സ്റ്റേഷനിലും പല ചാർജ് സ്റ്റേഷനിലും ഈ പറഞ്ഞ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ 15 രൂപ നിരക്കിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിലവിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫറുള്ള ചാർജ് സ്റ്റേഷൻ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തോളൂ. നമ്മൾ അറിയുന്ന ഓഫറുകളെല്ലാം നമ്മുടെ പേജിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും KSEBയുടെ ഈ ഒരു പ്രൈസ് ഹൈക്കിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.